വിലക്കപ്പെട്ട പ്രണയം ഭാഗം 34. ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ ആമി അല്പം പരുക്കൻ ശബ്ദത്തിൽ തന്നെയാണ് അമ്മയോട് സംസാരിച്ചത്. ഇത്തവണ എങ്ങനെയൊക്കെ ആയാലും ഇതിന്റെ കാരണം അറിയണം എന്നുള്ളത് ആമി മനസ്സിൽ നിശ്ചയിച്ചിരുന്നു. കാരണം അമ്മ ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ മുതൽ അതിന്റെ കാരണം എന്താണെന്നുള്ളത് ആമി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വരെ അമ്മ അതിനു വേണ്ടിയിട്ടുള്ള വ്യക്തമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയായാലും അത്രയും കാര്യമായിട്ടുള്ള ഒരു കാരണമില്ലാതെ അമ്മ തന്നെ ഇങ്ങനെയൊരു കാര്യത്തിൽ നിർബന്ധിക്കില്ല എന്നുള്ളത് ആമിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു കാര്യം തന്നോട് ആവശ്യപ്പെടാനുള്ള കാരണം എന്ന് ആമി പല ആവർത്തി അമ്മയോട് തന്നെ ചോദിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെ മകന്റെ ഭാവി സുരക്ഷിതമാക്കാനാണ് അമ്മയുടെ അവസ്ഥ അതാണ് എന്നൊക്കെ ഓരോ മുടന്തി ന്യായങ്ങൾ പറഞ്ഞ് അമ്മ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ മകൻ ആരും ഉണ്ടാവില്ല, അവനെ അങ്ങനെ അനാഥനാക്കി വിടാൻ എന്നെക്കൊണ്ടാവില്ല. ഇതുപോലെയുള്ള മുടന്ത ന്യായങ്ങൾ അമ്മ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ്. സത്യം പറയാമ്മ, എന്തോ ഒരു കാര്യം അമ്മയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തുറന്നു പറയും. ഞാൻ പറയാം, പക്ഷേ ഈ ഒരു കാര്യത്തിൽ മോൾ എന്നെ സഹായിക്കണം. ഒരിക്കലും അവൻ്റെ കൂടെ ഒരു ഭാര്യയായി എല്ലാ അർത്ഥത്തിലും കഴിയണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പുറമേ ഉള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും. അമ്മ പറഞ്ഞതും ഇതിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നൊരു സംശയം ആമയിൽ ഊട്ടിയുറച്ചു. അവൾ അമ്മ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാനായി സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഞാനും കൂടി ഇല്ലെങ്കിൽ അവരവനെ കൊല്ലും മോളെ. മൂക്ക് വലിച്ചുകൊണ്ട് അമ്മ പറയുന്നത് കേട്ടതും ആമി ഒരു നിമിഷം എന്താണമ്മ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാതെ സംശയത്തോടെ നിന്നു. ആരാരെ കൊല്ലുമെന്നാണ് അമ്മ ഈ പറയുന്നത്? അമ്മ പറയുന്നത് കേട്ടതും ആമി സംശയത്തോടെ തിരികെ ചോദിച്ചു. മോള് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറയാറില്ലേ, സാവിത്രിയുടെയും അവരുടെ മകളുടെയും ഒക്കെ ഉദ്ദേശം ശരിയല്ല. അവരിപ്പോൾ അവനോട് കാണിക്കുന്ന ഈ സ്നേഹം മുഴുവൻ വെറും കാപഢ്യമാണ്. അവർക്ക് അവനോട് അങ്ങനെ ഒന്നുമില്ല. എൻ്റെ കാലശേഷം ഈ കണ്ട സ്വത്തുക്കളെല്ലാം അവൻ്റെ പേരിലേക്ക് വരുമെന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ അവൻ്റെ പേരിലേക്കാകുമ്പോൾ അവനെ കൊന്ന് അതെല്ലാം അവർക്ക് കൈക്കലാക്കണം. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് മോളെ. ഭാമയുടെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ രാവിലെ അവിടെ പോയപ്പോൾ അമ്മയും മകളും കൂടി നിന്ന് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ഈ ചെവികൾ കൊണ്ട് കേട്ടതാണ്. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഈ കാര്യം പോലീസിൽ അറിയിച്ചാൽ പോരെ? എനിക്ക് പോലീസിലൊന്നും വലിയ പിടിപാടൊന്നും ഇല്ല മോളെ. മാത്രമല്ല ബാബു അത്യാവശ്യം നല്ല രീതിയിൽ പോലീസിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉള്ള ആളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ കേസ് കൊടുക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നൊക്കെ അവരെളുപ്പം ഊരിപ്പോരും. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഒരമ്മയുടെ സ്വാർത്ഥ താല്പര്യമാണെന്നറിയാം. പക്ഷേ മരണത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മകൻ്റെ ജീവിതമെങ്കിലും സുരക്ഷിതമാക്കണം എന്ന് ഓർക്കുന്ന ഒരു അമ്മയുടെ യാചനയായിട്ട് കാണണം. അമ്മ ആമിയുടെ മുൻപിൽ കൈകൂപ്പാൻ തുടങ്ങിയതും അവൾ ഓടി വന്ന് അരുതെന്ന് പറഞ്ഞ് അവരുടെ കൈ പിടിച്ചു മാറ്റി. ദിവസങ്ങൾ പിന്നെയും കടന്നു പോയപ്പോൾ അമ്മയുടെ അവസ്ഥ കൂടുതൽ അവശതയായിക്കൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും അമ്മ ആമിയെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് ശല്യം ചെയ്തിട്ടില്ല. എങ്കിലും ആമിയുടെ ഉള്ളിൽ അമ്മയുടെ ദയനീയത നിറഞ്ഞ മുഖവും തൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്ന സമയവും എല്ലാം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ സഹതാപമോ കുറ്റബോധമോ അങ്ങനെ എന്തെല്ലാമോ നിറഞ്ഞു നിന്നു. 2-3 ദിവസമായി മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. ഒടുവിൽ എല്ലാം കൂടി മനസ്സിൽ അങ്ങനെ തിങ്ങി നിറഞ്ഞപ്പോൾ അവൾ അമ്മയോട് പോയി വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു. അവിടെ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ഹരിയുടെ എതിർപ്പ് തെല്ല് പോലും വകവയ്ക്കാതെ അമ്മ ആ വിവാഹം നടത്തി. ഒരു കണക്കിന് പറഞ്ഞാൽ അവൻ്റെ അവസ്ഥയെ മുതലെടുത്തു എന്നും പറയാം. ഈ ഒരു വിവാഹത്തിന് ഏറ്റവും എതിർപ്പുണ്ടായിരുന്നത് ഭാമയ്ക്കും ഇളയമ്മയ്ക്കും ഒക്കെ ആയിരുന്നു. അതെല്ലാം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അമ്മ ധൈര്യത്തോടെ തന്നെ അവരുടെ എതിർപ്പിനെ എല്ലാം നേരിട്ടു. താലി കെട്ടുന്ന സമയത്ത് ഹരിയുടെ കടപ്പല്ല് ഞെരിയുന്ന ശബ്ദം ആമി വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളെ സംബന്ധിച്ച് അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന മട്ടായിരുന്നു. പുറത്തു പറയാൻ വെറും ഒരു ഭാര്യ, അതുമാത്രമാണ് താൻ. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ് എന്നുള്ള നല്ല ബോധ്യം അവളിൽ അന്നേരം ഉണ്ടായിരുന്നു. അധികം ആളുകളെ ഒന്നും അറിയിക്കാതെ ചെറിയ രീതിയിലുള്ള ഒരു താലികെട്ട്, വീട്ടിൽ തന്നെ ഒരു ചെറിയ സദ്യ, ഇത്രയും മാത്രമാണ് വിവാഹം എന്ന രീതിയിൽ നടത്തിയത്. അന്നേ ദിവസം ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹരിയുടെ ശീതകാല സമരം അമ്മ കണ്ടില്ലെന്ന് തന്നെ നടിച്ചു. ഒടുവിൽ വിശപ്പൊട്ടും സഹിക്കാതെ വന്നപ്പോൾ അവൻ തന്നെ ഭക്ഷണം ചോദിച്ചു വാങ്ങി കഴിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി ആമി തൻ്റെ മുറിയിലേക്ക് വരികയാണെങ്കിൽ അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന ചിന്തയിലായിരുന്നു ഹരി. പക്ഷേ അവൻ്റെ ചിന്തകളെ പാടെ തെറ്റിച്ചുകൊണ്ട് ആമി അവളുടെ മുറിയിൽ തന്നെയായിരുന്നു കിടന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം ഹരി അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ തന്ത്രപൂർവ്വം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഇളയമ്മയുടെയും ഭാമയുടെയും യഥാർത്ഥ സ്വഭാവവും അവരുടെ മനസ്സിലിരിപ്പും അവനെ അറിയിക്കണം എന്നൊരു ലക്ഷ്യം ആമിക്കുണ്ടായിരുന്നു. പക്ഷേ വെറുതെ പോയി അങ്ങനെയൊന്ന് പറഞ്ഞാൽ അവൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും ആമിക്കുറപ്പായിരുന്നു.
അതുകൊണ്ട് അവന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടാക്കണം എന്നും ആമി കരുതിയിരിക്കുകയായിരുന്നു. ദിവസങ്ങൾ പോയി മറിഞ്ഞു. എല്ലാ ദിവസവും ആമി ചെന്ന് വിളിച്ച് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാണ് അമ്മ ഉണരുന്നത്. ഒരിക്കൽ ആമി വിളിച്ചിട്ടും അമ്മ ഉണർന്നില്ല. അന്ന് ഹരിക്ക് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ആമിക്കത് താങ്ങാനാവുന്നില്ലായിരുന്നു. അവളുടെ കരച്ചിൽ ചീളുകൾ ആ വീടിന്റെ ചുവരുകളിൽ പ്രതിധ്വനിച്ചു. അമ്മയുടെ ചടങ്ങുകളെല്ലാം ഹരി തന്നെയാണ് ചെയ്തത്. ദിവസങ്ങൾ കടന്നു പോയിട്ടും അമ്മയില്ലാത്ത വീടിനോട് പൊരുത്തപ്പെടാൻ ആമി നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. അമ്മയുടെ മരണദിവസം മുതൽ പിന്നീട് ഇങ്ങോട്ട് തറവാട്ടിൽ ഇളയമ്മയുടെയും ഭാമയുടെയും ഭരണമായിരുന്നു. ആമി പിന്നെ മരണവീടായതുകൊണ്ട് ഒന്നും മിണ്ടാനും പറയാനുമുള്ള അവസ്ഥയിലും ആയിരുന്നില്ല. അങ്ങനെ അമ്മയുടെ 16ന്റെ അന്ന് ഭാമയും ഇളയമ്മയും കൂടി സംസാരിക്കുന്നത് ആമി കേൾക്കാനിടയായി. ഈ തവണ ഒട്ടും സമയം കളയാതെ അവർ പറയുന്നതെല്ലാം ഒരു ജനലിന്റെ ഇപ്പുറത്ത് നിന്ന് ഫോണിൽ റെക്കോർഡർ ഓണാക്കി അതിലേക്ക് പകർത്തിയെടുത്തിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഹരിയോട് സ്നേഹം നടിക്കുന്നവരെ കണ്ട് ഒരേ സമയം ആമിക്ക് ഹരിയോട് സഹതാപവും അവരോട് വെറുപ്പും ദേഷ്യവും തോന്നിപ്പോയി. ഹരി തെറ്റ് ചെയ്തിട്ടുള്ളവനാണ്. പക്ഷേ എന്നിരുന്നാലും അവൻ ഈ ഒരു ജീവിതം കൊണ്ട് തന്നെ ആ തെറ്റുകൾക്കുള്ളതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ളവർ വന്ന് അവനെ വീണ്ടും ദ്രോഹിക്കുന്നത്. എങ്കിലും ഹരി ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയൊന്നും അവൻ ഇതുവരെ അനുഭവിച്ചു തീർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം സ്വന്തം ജീവനേക്കാളേറെ അവനെ സ്നേഹിച്ച അച്ഛനെയും അമ്മയെയും അവർ സ്നേഹിച്ചതിൻ്റെ പകുതി പോലും അവൻ തിരികെ സ്നേഹിച്ചിട്ടില്ല. നേരെ മറിച്ച് തൻ്റെ മുന്നിൽ സ്നേഹത്തിൻ്റെ കാപട്യം കാണിക്കുന്നവരെയാണ് അവൻ തിരികെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവരെ മനഃപൂർവ്വം തിരികെ സ്നേഹിക്കാതെ ഇരിക്കുന്നതിലും വലിയൊരു തെറ്റ് അവരോട് ചെയ്യാനില്ല. മാത്രമല്ല സ്വന്തം അമ്മ മരണപ്പെട്ടിട്ട് പോലും അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിഞ്ഞില്ല. ഇതെല്ലാം ഈശ്വരന്മാർ പോലും പൊറുക്കാത്ത തെറ്റുകളാണ്. പക്ഷേ എന്നിരുന്നാലും ഇളയമ്മയും ഭാമയും ഹരിയോട് ചെയ്യുന്നത് അല്പം ക്രൂരത തന്നെയാണ് എന്ന് തോന്നിപ്പോയി ആമിക്ക്. അവൻ്റെ മുന്നിൽ നിന്ന് അവനോട് സ്നേഹം അഭിനയിച്ച് തിരിഞ്ഞു നിന്ന് അവനുള്ള കൊലക്കയർ മുറുക്കി കെട്ടുകയാണ് ഇരുവരും. പക്ഷേ ഈ കാര്യമൊന്നും അവന് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള ബുദ്ധി പോലും ഇല്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആമിക്ക് ഒരു നിമിഷം അവനോട് സഹതാപമാണ് തോന്നിയത്. അമ്മയുടെ മരണാനന്തര ആവശ്യങ്ങളെല്ലാം കഴിയുന്നതുവരെ വീട്ടിൽ വന്നും പോയും ഓരോരുത്തരുണ്ടായിരുന്നു. രാത്രിയായാലും ഇളയമ്മയും അവരുടെ ഭർത്താവും മകനും ഒക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. ആവശ്യം കഴിഞ്ഞ് അന്ന് രാത്രി ആ വലിയ വീട്ടിൽ ഹരിയും ആമിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ്റെ കൂടെ ഇരിക്കുന്നതിൽ ആമിക്ക് പ്രത്യേകിച്ചൊരു ഭയവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു ഭയം ഇപ്പോൾ പെട്ടെന്നുണ്ടാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് ഭയമില്ലായിരുന്നു. പക്ഷേ ഹരിയെ ഒറ്റയ്ക്ക് തന്നെ താങ്ങി വീൽചെയറിലേക്ക് ഇരുത്തുക എന്നുള്ളത് അവൾക്കല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എങ്കിലും യാതൊരു ബുദ്ധിമുട്ടും അവനെ അറിയിക്കാതെ തന്നെ അവൾ അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും തിരികെ ഒരു തരിമ്പ് നന്ദി പോലും അവൻ ആമിയോട് കാണിച്ചിട്ടില്ലായിരുന്നു. ഇളയമ്മയുടെയും ഭാമയുടെയും സംസാരം അവനെ കേൾപ്പിക്കണം എന്ന് ആമിക്കുണ്ടായിരുന്നു. പക്ഷേ അതറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അവൾ പിന്നെ എപ്പോഴെങ്കിലും ആകാമെന്ന് കരുതി അതങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതുവരെ അവനെ കേൾപ്പിച്ചിട്ടില്ല. ഹരി പൂർണ്ണമായും പിന്നീട് മൊബൈലിൻ്റെ ഉള്ളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രം അവൻ ആമിയെ വിളിക്കും. അല്ലാത്തപ്പോൾ മുഴുവൻ സമയവും ഫോണിൻ്റെ ഉള്ളിലാണ്. അമ്മയുടെ ആവശ്യം കഴിഞ്ഞതിൽ പിന്നെ ഭാമയും ഇളയമ്മയും ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അവരോടിനി ഇങ്ങോട്ട് വരണ്ടെന്ന് തന്നെ പറയണം എന്ന് ആമി തീരുമാനിച്ചിരുന്നു. കാരണം അവരെ രണ്ടുപേരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആമിക്ക് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതമായിരുന്നു ആമിയുടെയും ഹരിയുടെയും. ആകെ കൂടിയുള്ള വരുമാനം എന്താണെന്ന് വെച്ചാൽ ഹരിക്ക് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് കുറച്ച് സ്ഥലമെല്ലാം വിൽക്കേണ്ടി വന്നിരുന്നു. അതിൽ ചികിത്സാ ചെലവുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മോശമില്ലാത്തൊരു തുക ബാക്കി വന്നിരുന്നു. അത് അമ്മ സ്വന്തം പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഹരിയെ ആയിരുന്നു നോമിനിയായി വെച്ചിരുന്നത്. എങ്കിലും ആമിയുടെയും ഹരിയുടെയും വിവാഹശേഷം അമ്മ തന്നെ അത് പോയി തിരുത്തി ആമിയുടെ പേരും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തുകയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ അവരുടെ ജീവിതമാർഗം. ദിവസങ്ങൾ പതിയെ വീണ്ടും നീങ്ങിക്കൊണ്ടിരുന്നു. ഇടയിൽ ഒരു ദിവസം ഇളയമ്മയും ഭാമയും കൂടി വീണ്ടും വന്നു. ഈ വരവ് കുറച്ചുനാൾ മുൻപ് മുതൽ ആമി പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അല്പം വൈകിയാണ് ഇരുവരും എത്തിയതെന്ന് മാത്രം. വീടിന് മുന്നിൽ കെട്ടിയിരിക്കുന്ന അഴയിൽ തുണി വിരിക്കുകയായിരുന്നു ആമി. ഇളയമ്മയും ഭാമയും നടന്നു വരുന്നത് കണ്ടിട്ടും ആമി അവർ വരുന്നതായി ഭാവിച്ചില്ല. അവർ രണ്ടുപേരും അവളെ നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. അത് കണ്ടതും ആമി വേഗം തന്നെ ബാക്കിയുണ്ടായിരുന്ന തുണികൾ കൂടി വിരിച്ചു തീർത്തതിന് ശേഷം അകത്തേക്ക് കയറി. അവൾ അകത്തേക്ക് വന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഭാമ ഹരിയുടെ മുറിയിലാണ്. ഇളയമ്മ ഹാളിലെ സോഫയിലും ഇരിക്കുന്നുണ്ട്. ഭാമേച്ചി എവിടെ? അകത്തേക്ക് കയറി ഹാളിലെ സോഫയിൽ ഇരിക്കുന്ന ഇളയമ്മയെ നോക്കി അല്പം പരുക്കമായി ഗൗരവത്തോടെ തന്നെയാണ് ആമി ചോദിച്ചത്. ഭാമയോ? അവള് ഹരിമോന്റെ കൂടെ എന്തോ സംസാരിക്കുവാണ്. അത്യാവശ്യമായിട്ട് അവർക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞതും ആമി നേരെ ഹരിയുടെ വാതിലിന്റെ മുന്നിൽ പോയി വാതിൽ തള്ളിയതും അത് മലർക്കെ തുറന്നു വന്നു.
അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കാണുന്നത് കട്ടിലിൽ ചാരിയിരിക്കുന്ന ഹരിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഭാമയെയാണ്. അത് കണ്ടിട്ടും ആമിയിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ആമി അങ്ങനെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയതും ഹരിയും ഭാമയും ഒരുപോലെ പേടിച്ചു പോയിരുന്നു. നിനക്കൊന്ന് വാതിലിൽ തട്ടിയിട്ട് വന്നൂടേടി. അടുത്ത നിമിഷം ഭാമ അവർക്ക് നേരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. എന്ത്? എൻ്റെ ഭർത്താവിൻ്റെ മുറിയിലേക്ക് വരുന്നതിന് എനിക്ക് വാതിലിൽ മുട്ടേണ്ട ആവശ്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. തെല്ല് പോലും പതർച്ചയില്ലാതെ ആമി ദേഷ്യത്തിൽ തന്നെ അവളോടും തിരികെ പറഞ്ഞു. എന്നാലും ഒരാളുടെ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ അല്പം മാനേഴ്സ് കാണിക്കണ്ടേ? അത് തന്നെയാണ് എനിക്കും തിരിച്ചു ചോദിക്കാനുള്ളത്. എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും മുറിയിലേക്ക് കടന്നു വരാൻ ഭാമേച്ചിക്ക് എന്താ അവകാശം? തിരികെ അങ്ങനെയൊരു ചോദ്യം അവൾ ചോദിക്കുമെന്ന് ഭാമ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ആമയ്ക്ക് മനസ്സിലായി. എന്താണ്, സന്ധ്യ മരിച്ചെന്ന് കരുതി നീ ഇവിടുത്തെ മുഴുവൻ ഭരണവും അങ്ങ് ഏറ്റെടുക്കാമെന്നാണോ കരുതിയിരിക്കുന്നത്? അതെ, പിന്നെ അല്ലാതെ നിങ്ങൾ വന്നിവിടെ ഭരിക്കാൻ പോവുകയാണോ? അപ്പോഴേക്കും ഇളയമ്മയും അങ്ങോട്ടെത്തി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. അവരോടുള്ള ദേഷ്യം അവളിൽ നുരഞ്ഞു പൊന്തി. അതുകൊണ്ട് തന്നെ അവൾക്ക് വായിൽ വരുന്നതെല്ലാം അവളെ നേരം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഹരി ഈ ഒരു അവസ്ഥയിലിരിക്കുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അവൻ്റെ കൈ നിന്റെ കവിളിൽ പതിഞ്ഞേനെ. എന്നെ തല്ലാനുള്ള അവകാശമൊന്നും ഇവിടെ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഇളയമ്മ ഇത്തരത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രായത്തെ മാനിച്ചുകൊണ്ട് എൻ്റെ കൈ ചിലപ്പോൾ മകളുടെ മുഖത്തിരിക്കും. ഒട്ടും പതർച്ചയില്ലാതെ ആമി പറഞ്ഞതും ഒരു സമയം ഭാമയുടെയും ഹരിയുടെയും ഇളയമ്മയുടെയും എല്ലാം മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു. ആമി, മിണ്ടാതിരുന്നോ നീ? എൻ്റെ കൈപ്പാങ്ങി വന്നാൽ നല്ലത് തരും ഞാൻ. ഹരിയേട്ടനൊന്നും മിണ്ടാതിരിക്കുക. നിങ്ങൾക്കൊന്നും അറിയില്ല. ഇവരെന്താണെന്നും ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നൊന്നും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അതും ഇതൊക്കെ പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ ഞങ്ങളോടുള്ള ദേഷ്യം കുത്തി നിറക്കി നീ. ഞാനായിട്ടൊന്നും പറഞ്ഞുണ്ടാക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് തന്നെ ഞാൻ ആളെ കേൾപ്പിക്കാം. ദേഷ്യത്തോടെ പറഞ്ഞ് ആ മേശയുടെ മുകളിലിരുന്ന ഫോൺ ആമി കയ്യിലെടുത്തു. ഹരിക്കാണെങ്കിൽ അവളോടുള്ള ദേഷ്യം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അവരെല്ലാം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ അവളോട് ദേഷ്യത്തോടെ ഒന്നും പറയാനും ആവുന്നില്ല. സ്വന്തം അച്ഛനെയും അമ്മയേക്കാളും ഒക്കെ നിങ്ങൾ സ്നേഹിക്കുന്നത് ഇവരെയല്ലേ? നിങ്ങൾ തന്നെ കേൾക്ക് ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. ആമി ഫോൺ റെക്കോർഡർ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അത് ഹരിക്ക് നേരെ നീട്ടി. സന്ധ്യ മരിച്ചതിന് പകരം അകത്ത് കിടക്കുന്ന ആ പണ്ടാർക്കാലിനൊന്ന് ഒതുങ്ങിക്കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. ഓ, അവനെ എങ്ങനെയെങ്കിലും ഒതുക്കാം. എനിക്ക് സന്ധ്യയുടെ കാര്യത്തിലായിരുന്നു പേടി. അകത്ത് കിടക്കുന്നവൻ ചത്താലും ഇവള് ചാകുമെന്നായിരുന്നു എൻ്റെ പേടി. എന്തായാലും ഇവളൊടുങ്ങി കിട്ടിയല്ലോ. അവൻ ഇനി എങ്ങനെയെങ്കിലും നമുക്ക് ഒതുക്കാം. ഭാമ പറഞ്ഞു തുടങ്ങിയതിന് ഏറ്റുപറഞ്ഞ് ഇളയമ്മയും സംസാരിച്ചു. ഇവരുടെ രണ്ടുപേരുടെയും ഈ സംസാരം കേട്ടപ്പോൾ തന്നെ ഹരി ഞെട്ടലോടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഞാൻ കരുതിയത് അങ്ങനെ ഒരു ആക്സിഡന്റ് ആക്കിയപ്പോയെങ്കിലും അവനൊന്ന് ചത്തു കിട്ടുമെന്നാണ്. അതെങ്ങനെയാണ്? ഒടുക്കത്തെ ആയുസാണ്. ഭാമ കലിയോടെ പറഞ്ഞു. ഇനിയിപ്പോൾ സന്ധ്യ ചത്തല്ലോ. ഇനി ഇവൻ്റെ കാര്യമൊക്കെ നമുക്ക് സാവകാശം ഒഴിവാക്കിയെടുക്കാനാവുന്നതേ ഉള്ളൂ. സാവിത്രി! അപ്പോഴേക്കും അവരെ ആരോ വിളിക്കുന്നതും വേഗം തന്നെ അവരങ്ങോട്ട് പോയിരുന്നു. ഇവരുടെ ഇത്രയും സംസാരം കേട്ടപ്പോൾ തന്നെ ഹരിക്ക് തൻ്റെ ശരീരം മുഴുവൻ തളർന്നു പോകുന്നത് പോലെ തോന്നി. അവൻ്റെ തല താഴ്ന്നു പോയി. അവൻ്റെ ഉള്ളിൽ ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും തൻ്റെ നിസ്സഹായമായ അവസ്ഥയോർത്ത് അവന് സ്വയം പുച്ഛമാണ് തോന്നിയത്. എഴുന്നേറ്റ് നിന്ന് ഭാമയെയും ഇളയമ്മയെയും മുഖത്ത് നോക്കി ഒരെണ്ണം കൊടുക്കാൻ അവൻ്റെ കൈ ധരിച്ചു. പക്ഷേ തനിക്ക് അതിന് പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. ഹരിയേട്ടൻ ഇത് വിശ്വസിക്കരുത്. ഇത് ഞങ്ങളല്ല. ഇവളിത് എങ്ങനെയോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഭാമ അപ്പോൾ തന്നെ അഭിനയം തുടങ്ങി. ഇറങ്ങിപ്പോ. അവരുടെ മുഖത്തേക്ക് പോലും നോക്കാൻ നിൽക്കാതെ ഹരി അവരോട് അത്രമാത്രമാണ് തിരികെ പറഞ്ഞത്. അവനുള്ളിൽ അത്രയും വേദനയായിരുന്നു. ഹരിയേട്ടാ, ഇറങ്ങിപ്പോടി പിഴച്ചവളെ. പുറത്തേക്ക് വിരൽ ചൂണ്ടി ഹരി പറഞ്ഞതും ഭാമ മരവിച്ചതുപോലെ നിന്നുപോയി. ഹരി! അത് കേട്ടതും ഇളയമ്മ അല്പം ദേഷ്യത്തോടെ അവനെ വിളിച്ചു. നിങ്ങളോടും കൂടെയാണ് തള്ളേ പറഞ്ഞത്, ഇറങ്ങിപ്പോകാൻ. ഹരിയേട്ടാ! ഭാമ വീണ്ടും അവൻ്റെ അടുത്തേക്ക് വരാനൊരുങ്ങിയതും ആമി അതിൻ്റെ ഇടയിലേക്ക് കയറി നിന്നു. ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങളോട്? ദേഷ്യത്തോടെ തന്നെ ആമിയും പറഞ്ഞതും ഇളയമ്മയും ഭാമയും രണ്ടുപേരെയും ഒരുപോലെ ദേഷ്യത്തോടെ നോക്കി. ഇനിയും ഇവിടെ നിന്നാൽ ചിലപ്പോൾ എൻ്റെ കൈ നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്ത് പതിക്കും. അതുകൊണ്ട് പോകാൻ നോക്ക്. താക്കീത് പോലെ ആമി പറഞ്ഞതും രണ്ടുപേരും പിന്നീട് അവിടെ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഹരി അപ്പോഴും തല കുനിച്ചിരിക്കുകയാണ്. അവന് ഈ സമയം അല്പനേരം ഒറ്റയ്ക്കിരിക്കാൻ മനസ്സിൽ തോന്നുന്നുണ്ടാകും എന്ന് ആമിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൻ അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി ആമി പുറത്തേക്കിറങ്ങി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.